ഒരുവിധം 3 പേരും അവിടെ നിന്ന് രക്ഷപ്പെടും. എന്നെ അവിടെ വഴിയിലെങ്ങാനും ഇറക്കിയാൽ മതി എന്ന് ചേച്ചി പറയുന്നുണ്ടെങ്കിലും വീട്ടിലേക്ക് പോകണം, ബാഗെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് സോഫി നിർബന്ധിക്കും. താമസ സ്ഥലം ഒരു ഇടുങ്ങിയ ചെറിയ റൂമാണ്. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് കൂടെ വരാൻ വേണ്ടിയിട്ട് സോഫി നിർബന്ധിക്കും. കുട്ടിയെ കാണണമെന്ന് നിനക്ക് ഇതുവരെ തോന്നിയിട്ടില്ലേ? അമ്മ അവന്റെ പുറകെ ഓടിയിട്ട് തീരെ വയ്യാതായിട്ടുണ്ട്. നിനക്ക് അവനെ ഒന്ന് വന്ന് കണ്ടൂടെ? എന്തിനാണ് ആ കുട്ടി ഇങ്ങനെ വിഷമിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി ഒരുപാട് വഴക്ക് പറയും. സോക്കും ഒരു ഹെയർ ഡ്രസ്സറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. ചേച്ചി ഒരാളെ കണ്ട് ഇഷ്ടപ്പെടുന്നു, പ്രഗ്നന്റ് ആവുന്നു, അതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ കുട്ടി ഉണ്ടാവുന്നു. അയാൾക്ക് വേറെ അഫയർ ഉണ്ടാവുന്നു മനസ്സിലാവുമ്പോൾ ചേച്ചി അയാളെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ ഡിവോഴ്സ് ആവും. 1 വർഷം കഴിയുമ്പോൾ തന്നെ ഡിവോഴ്സ് ആവും. ജീവനാംശം ഒന്നും കിട്ടത്തില്ല. ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ അയാൾ കേസ് കൊടുത്തോണ്ട് അയാൾക്ക് പൈസ അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് ഗാംബ്ലിങ്ങിലേക്കൊക്കെ തിരിയുന്നത്. വീടിന്റെ ആധാരമൊക്കെ അങ്ങനെ നഷ്ടപ്പെടുന്നതാണ്. അച്ഛനറിഞ്ഞ പ്രശ്നമാവുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഒരു രാത്രി വീട്ടിൽ നിന്ന് ഒളിച്ചോടുവാണ്. പല സ്ഥലത്തും ഗാംബ്ലിംഗ് സൈറ്റ്സിൽ വെച്ചിട്ട് ചേച്ചിയെ കണ്ടു എന്ന് പറഞ്ഞ് പലരും ഇവരെ അറിയിക്കുന്നുണ്ട്. അവിടെയൊക്കെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും പക്ഷെ അവിടെ നിന്നൊക്കെ വേറെ സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ടാവും. തിരിച്ചു വരുമ്പോൾ എല്ലാവരും അവരവരുടെ ലോകത്ത് പല പല ആലോചനകളിലാണ്. ആരും പരസ്പരം സംസാരിക്കുന്നില്ല. സോക്കിങ്ങിനെ കൊണ്ട് ഇവര് പോകുന്നത് സോഫിയുടെ വീട്ടിലേക്കാണ്. പിറ്റേ ദിവസം ചേച്ചിയുടെ കുട്ടിയെടുത്ത് സൂക്ചൂള് പറയുന്നുണ്ട്, അമ്മ മിസ് ചെയ്യുന്നുണ്ടോ? ഞാൻ അധികം താമസിക്കാതെ തന്നെ അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവരാം, പക്ഷെ ഇത് സീക്രട്ട് ആണ്, അപ്പൂപ്പൻ്റെ അടുത്തും അമ്മൂമ്മയുടെ അടുത്തും പറയരുതെന്ന് പറയും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് ചേച്ചിയും സോഫിയും കൂടി ഓരോന്ന് പറഞ്ഞ് ബഹളമാണ്. ഫുഡിന്റെ മധുരം കൂടുതലാണെന്ന് ചേച്ചി പറയുമ്പോഴത്തേക്കും ഫുഡിനെ പറ്റി കംപ്ലൈന്റ് ഒന്നും പറയാനായിട്ട് അവകാശമില്ല എന്നാണ് സോഫി പറയുന്നത്. എപ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അച്ഛനെ പേടിച്ചിട്ടാണ് പോകാത്തതെന്ന് ചേച്ചി പറയും. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, എപ്പോഴായാലും പോയല്ലേ പറ്റത്തുള്ളൂ. നിന്റെ മോന് സ്കൂളിൽ പേരൻസ് മീറ്റിംഗ് ഒക്കെ നടക്കാൻ പോവുകയാണ്, എപ്പോഴും അവൻ അമ്മൂമ്മയുടെ കൂടെയാണ് പോകുന്നത്, അവനൊരു ഓർഫനെ പോലെയാണ് ജീവിക്കുന്നത്, അതിനോട് നിനക്ക് കഷ്ടം തോന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടേ ഗാംബ്ലിംഗ് സൈറ്റിൽ നിന്ന് ആ ലേഡി വിളിക്കും. ഫോൺ അറ്റൻഡ് ചെയ്യരുതെന്ന് സോഫി പറയുന്നുണ്ടെങ്കിലും ചേച്ചി അത് അറ്റൻഡ് ചെയ്യും. എന്റെ പൈസയും കൊണ്ട് നീ എവിടേക്കാണ് ഓടിപ്പോയത്? നിന്നെ കണ്ടുപിടിക്കത്തില്ലെന്നാണോ നിന്റെ വിചാരം? ഞാൻ കണ്ടുപിടിക്കുവാണെങ്കിൽ നിന്റെ കാര്യം തീർന്നു എന്നുള്ള രീതിക്ക് സംസാരിക്കുമ്പോൾ സോഫി ഇത് കേട്ടോണ്ട് ഫോൺ പിടിച്ച് വാങ്ങിക്കും. ഗാംബ്ലിംഗിൽ നിന്ന് കിട്ടിയ പൈസ തിരിച്ചു കൊടുക്കണമെന്ന് എങ്ങും നിയമമൊന്നുമില്ല. നിങ്ങൾക്ക് നിയമമൊന്നും അറിയത്തില്ലേ? ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഡിറ്റക്റ്റീവ് ആണ്. ഇനി നിങ്ങൾ വിളിച്ച് ഭീഷണിപ്പെടുത്തുവാണെങ്കിൽ നിങ്ങളെ ജയിലിൽ ഇടാനായിട്ട് ഞങ്ങൾക്ക് യാതൊരു പാടുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് ഫോൺ കട്ട് ചെയ്യും. റീഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളും ഏറ്റെടുത്തോണ്ടിരിക്കുകയാണ്. പലയിടത്തും ആളുകൾ ഒഴിഞ്ഞു പോകാനായിട്ട് സമ്മതിക്കുന്നില്ല. അവർക്ക് പ്രോപ്പറായിട്ട് മാറി താമസിക്കാൻ സ്ഥലം കൊടുക്കണമെന്നാണ് അവരുടെ ആവശ്യം. കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞാലും അവരൊന്നും സമ്മതിക്കുന്നില്ല. അപ്പോൾ ഓൾറെഡി അവിടുത്തെ താമസക്കാരും പോലീസുകാരുമായിട്ട് പ്രശ്നമുണ്ട്. അതൊന്നും നടക്കാതെ വന്നപ്പോൾ ഗ്യാങ്സ്റ്റേഴ്സിനെ ഇറക്കുകയാണ്. ഇവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പ്രൊട്ടസ്റ്റ് നയിക്കുന്ന ആളുടെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കും. അയാളെ എങ്ങനെയെങ്കിലും നമ്മുടെ രീതിക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. അയാളെ കൺവിൻസ് ചെയ്താൽ മാത്രമേ ആ സ്ഥലം ഏറ്റെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ചുറ്റുമുള്ള സ്ഥലങ്ങളും ഇവർക്ക് ഏറ്റെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇതാണ് സോക്ചൂളിന്റെ അടുത്ത് ലാസ്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവനും കുറച്ച് ഗ്യാങ്സ്റ്റേഴ്സും കൂടി അവിടെ വരും. ഈ റീഡെവലപ്മെന്റ് ഒക്കെ നടത്തുന്ന കമ്പനിയിലെ എംപ്ലോയി എന്നുള്ള രീതിക്കാണ് അവൻ അവിടെ വരുന്നത്. പക്ഷെ പോലീസുകാരുടെ കൂട്ടത്തിൽ ഇവന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. നീ എന്താ ഇവിടെ ഈ വക കാര്യങ്ങൾക്കൊന്നും പോരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് ആയിട്ട് ചെയ്യുന്ന അസൈൻമെന്റ് ആണ്, അതിനുശേഷം ഞാനിത് ക്വിറ്റ് ചെയ്യാൻ പോവുകയാണ്, നിനക്ക് എന്നെ വിശ്വാസം ഇല്ലെന്നാണ് അവൻ തിരിച്ചു ചോദിക്കുന്നത്. കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാനിത് ഹാൻഡിൽ ചെയ്തോളാം എന്നും അവൻ ഫ്രണ്ടിന് ഉറപ്പ് കൊടുക്കും. അങ്ങനെ പ്രൊട്ടസ്റ്റ് ഒക്കെ നയിക്കുന്ന ജിൻഹോയെ കാണാനായിട്ട് പോവുകയാണ്. പല കമ്പനീസും ഈ സ്ഥലത്തെ റീഡെവലപ്മെന്റിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. കാരണം ഇവിടെ പ്രൊട്ടസ്റ്റ് നയിക്കുന്ന ആള് ഒരു രീതിക്കും നെഗോഷിയേറ്റ് ചെയ്യാനൊന്നും സമ്മതിക്കുന്ന ആളല്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ്. അവരുടെ ഒരു ഭീഷണിയും ഇയാളുടെ അടുത്ത് വിലപ്പോയിട്ടില്ല. അതുകൊണ്ടാണ് ഒരുപാട് പേര് പിന്മാറിയിട്ടുള്ളത്. അവിടേക്കാണ് സൂക്ചൂള് വരുന്നത്. സാറ് എത്ര പ്രൊട്ടസ്റ്റ് ചെയ്താലും ഇത് നടക്കുമെന്ന് സാറിന് അറിയാം. വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഇത് സംസാരിച്ച് റെഡിയാക്കാം എന്ന് ഇവൻ പറയുന്നുണ്ട്. അപ്പം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മരിക്കാൻ വരെ റെഡിയായി മുന്നിട്ടിറങ്ങുന്ന ആൾക്കാരെ ഇയാൾ കണ്ടിട്ടുണ്ടോ? ഞാൻ അങ്ങനെയാണ് ഇതിനു വേണ്ടിയിട്ട് നിൽക്കുന്നത്, അതുകൊണ്ട് വെറുതെ സമയം കളയണ്ട, തിരിച്ചു പോകാനായിട്ട് ഇയാൾ പറയും. പിന്നെ തിരിച്ചു വരുമ്പോൾ എല്ലാവരും കഴിക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കഴിച്ചോ, ഞാൻ വരുന്നില്ല എന്ന് പറയും. എന്നിട്ട് കൂട്ടത്തിൽ ഒരാളെ മാറ്റി നിർത്തിയിട്ട് സൂക്ചൂള് അവൻ്റെ അടുത്ത് പറയുന്നത് കഴിച്ചു കഴിയുമ്പോൾ തിരിച്ച് അതേ സ്ഥലത്ത് ചെല്ലണം. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടുത്തെ താമസക്കാർക്ക് പോലീസുകാർ കാരണമോ വേറെ ആരെങ്കിലും കാരണമോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. പിന്നെ അവിടുത്തെ പ്രൊട്ടസ്റ്റ് നയിക്കുന്ന ആള് കുറച്ച് ടഫാണ്, അയാളെ ഒന്ന് സൂക്ഷിക്കണം. എന്തെങ്കിലും പ്രശ്നം പറ്റുവാണെങ്കിൽ അപ്പം തന്നെ എന്നെ വിളിക്കണമെന്നും പറയും. സൂക്ചൂളിനെയാണ് അവിടേക്ക് വിട്ടേക്കുന്നതെന്ന് അറിയുമ്പോൾ ചെയർമാന് സന്തോഷമാണ്. ബോസിന്റെ അടുത്ത് ഉടനെ പറയുന്നത് നമുക്ക് ഈ അവസരം ഉപയോഗിക്കണം ടേഹൂണിന്റെ ആൾക്കാരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലെയൊക്കെ അവസരം വരുമ്പോൾ ലേലം വിളിക്കൊക്കെ ടേഹൂണിന്റെ ആൾക്കാരും വരും. എന്റെ സ്ഥലം ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ബോസ് മറുപടി ഒന്നും പറയത്തില്ല. ചെയർമാൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും മനസ്സോടെയാണ് സമ്മതിക്കുന്നത്. ചാൻസലറിന് അവിടുന്ന് ആൾക്കാരെ ഒഴിപ്പിക്കാനായിട്ട് പറ്റത്തില്ലെന്ന് വിചാരിച്ച് സന്തോഷിച്ചിരിക്കുകയാണ് ടേഹൂൺ. എന്നാൽ സൂക്ചൂളാണ് അവിടേക്ക് പോയേക്കുന്നതെന്ന് അറിയുമ്പോഴത്തേക്കും ഒന്ന് സംശയിക്കുന്നുണ്ട്. എന്നാലും അവിടുത്തെ കമ്മിറ്റി പ്രസിഡന്റ് അങ്ങനെയുള്ള ആളാണ്.
സൂക്ഷിച്ചു വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് കേൾക്കുന്ന ഉടനെ പറയുന്നത്. ഹോസ്പിറ്റലിൽ നിന്നിട്ട് സോഫി ചേച്ചിയെ വിളിച്ചു നോക്കും. ഫോൺ എടുക്കാൻ താമസിക്കുമ്പോൾ എനിക്ക് പേടിയാണ്, അതുകൊണ്ട് ഒരുപാട് നേരം ഫോൺ അടിക്കാനായിട്ട് സമ്മതിക്കരുത്, ഞാൻ വിളിച്ച അന്നേരം തന്നെ എടുക്കണം, വീട്ടിൽ നിന്ന് അങ്ങ് വെളിയിൽ പോകരുത്, മറ്റേ ക്യാൻസർ ലേഡി വിളിക്കുവാണെങ്കിൽ അവരുടെ ഫോൺ കോൾസ് ഒന്നും അറ്റൻഡ് ചെയ്യരുത്, ഇങ്ങനെ ഒരു 100 കൂട്ടം കാര്യങ്ങൾ പറയും. നീ പേടിക്കണ്ട, എനിക്ക് ഇവിടുന്ന് പോകാനായിട്ട് സ്ഥലമൊന്നുമില്ല, എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കണ്ട, ഞാൻ ഇവിടുന്ന് എങ്ങും പോകുന്നില്ല എന്ന് ചേച്ചി അവൾക്ക് ഉറപ്പ് കൊടുക്കും. കഴിക്കാൻ സമയമായതുകൊണ്ട് ഒന്നും കഴിക്കുന്നില്ലേന്ന് ചോദിച്ചിട്ട് ബോയ് ഫ്രണ്ടിനെ കാണാനായിട്ട് സോഫി വരും. ഞാൻ ഒരാളെ വെയിറ്റ് ചെയ്യാണ്, ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്നുണ്ടെ ഡോക്ടർ തിരിച്ചു പറയും. സാൻഡ്വിച്ച് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരട്ടെന്ന് സോഫി ചോദിക്കുന്നുണ്ട്. വേണ്ടാന്ന് ഇവൻ പറയും. ചേച്ചിയുടെ കാര്യം എന്തായി എന്നാണ് എന്നിട്ട് ചോദിക്കുന്നത്. എന്റെ കൂടെയാണ് താമസിക്കുന്നത്, വീട്ടിലേക്ക് പോകാൻ പേടിയാണ്, അച്ഛനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെയാണ് പറഞ്ഞത്, കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ മതി, അത് കഴിയുമ്പോൾ ചേച്ചി വീട്ടിലേക്ക് പോകുമെന്ന് പറയും. അപ്പൊ അതുവരെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നുണ്ടെ ഇവൻ തിരിച്ചു ചോദിക്കും. അത് പേടിക്കണ്ട, ഉടനെ തന്നെ ചേച്ചി വീട്ടിലേക്ക് പോകുമായിരിക്കും എന്ന് ഇവള് പറയുമ്പോഴത്തേക്കും ഒരു ലേഡി അവിടേക്ക് വരും. അപ്പം ഹോസ്പിറ്റൽ ഡയറക്ടറിന്റെ വൈഫാണ്. ബാക്ക് പെയിൻ ഒക്കെ എങ്ങനെയുണ്ടെന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ടെ അതൊക്കെ ഒരു എക്സ്ക്യൂസ് അല്ലായിരുന്നോ, ഇയാളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്, എന്റെ ഹസ്ബൻഡ് എപ്പോഴും ഇയാളെ കുറിച്ച് തന്നെയാണ് പറയാറുള്ളത്, ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയെ അകത്തേക്ക് വിളിക്കും. ഇവളെ അറിയാവോ, ജിൻഹി എന്നാണ് പേര്, എന്റെ മോളാണ്, സ്റ്റേറ്റ്സിൽ പഠിക്കുവാണ്, ഇപ്പൊ വെക്കേഷന് വന്നതാണ്, ഡോക്ടറുടെ വലിയൊരു ഫാനാണ്, ഈ ഹോസ്പിറ്റലിൽ ഏറ്റവും ഹാൻസം ആയിട്ടുള്ളത് ഡോക്ടർ ജാങ് ആണെന്നാണ് അവൾ പറയാറുള്ളതെന്നൊക്കെ പറയും. ആ പിന്നെ ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, ഡോക്ടർ ജാങ്ങിന് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന് ഇവർ ചോദിക്കുന്നുണ്ടേ. ഇവനാണെങ്കിൽ ആദ്യം ഒന്ന് ഹെസിറ്റേറ്റ് ചെയ്യും, എന്നിട്ട് ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിയാനോ കൺസേർട്ടിന് വേണ്ടി പോകാനായിട്ട് 2 ടിക്കറ്റ്സ് കയ്യിലുണ്ട്, പോകാൻ ഇഷ്ടം ഉണ്ടാവുമോ എന്ന് ഇവരുടനെ ചോദിക്കും. ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ സോഫി എന്തോ പറയാനായിട്ട് തുടങ്ങും. ഉടനെ തന്നെ ഡോക്ടർ ജാങ് ആണെങ്കിൽ ഇത് കൺസൾട്ടേഷൻ അല്ലല്ലോ, അതുകൊണ്ട് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടുവാണ്. മിയോങ് ഒരുപാട് പാർട്ട് ടൈം ജോബ്സ് ചെയ്യുന്നുണ്ട്, കഫേയിൽ നിൽക്കുന്നുണ്ട്, ക്ലീനിങ്ങിന് പോകുന്നുണ്ട്, റെസ്റ്റോറൻറ്റിൽ നിന്ന് സഹായിക്കുന്നുണ്ട്, അങ്ങനെ പല പല ജോലികൾ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് നഴ്സിംഗ് ഹോമിൽ നിന്ന് മെസ്സേജ് വരും, ഇതുവരെ പേയ്മെന്റ് നടത്തിയിട്ടില്ല, ബാക്കി പൈസ എത്രയും പെട്ടെന്ന് അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട്. എവിടെയെങ്കിലും വേറെ ഓഡീഷൻ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടെ ഒരു ബാറിലേക്ക് ബാൻഡിന് വേണ്ടിയിട്ട് സിംഗറിനെ ഒക്കെ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യം കാണും. അങ്ങനെ അവള് സൂക്ചൂള് പറഞ്ഞാണ് ഓർക്കുന്നത്. നഴ്സിംഗ് ഹോമിൽ വെച്ചിട്ട് പെർഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവള് പറയുന്നുണ്ട്, ഇങ്ങനെ കുറെ ആളുകളുടെ മുമ്പിൽ വെച്ച് ഒരിക്കൽ പോലും പാടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ധൈര്യമൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ടേ. എവിടെയെങ്കിലും ഇനി പെർഫോം ചെയ്യാനായിട്ട് പോകുമ്പോൾ ഈ ഒരു ദിവസം ഓർത്താൽ മതി, അന്നേരം ധൈര്യമൊക്കെ തന്നെ വരും, ഇയാൾക്ക് എവിടെ വേണമെങ്കിലും പെർഫോം ചെയ്യാനായിട്ട് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് സൂക്ചൂള് ഇവളെ എൻകറേജ് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിലുള്ള ആള് സൂക്ചൂളിനെ വിളിച്ച് പറയും, ബോസും ബാക്കിയുള്ളവരും എല്ലാം കൂടി അവിടെ ടെൻസിനെ ഒഴിപ്പിക്കാനായിട്ട് പോയിട്ടുണ്ട്, അവിടെ ആകെ പ്രശ്നമാണെന്ന്. അവൻ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ അടിയിടിയും ബഹളമാണ്. ബോസിന്റെ അടുത്ത് വന്ന് ചോദിക്കും, എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഇതാകെ പ്രശ്നമാവും, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോൾ ചെയർമാന്റെ ഓർഡർ ആണ്, നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല, നമുക്ക് അതനുസരിച്ചേ പറ്റത്തുള്ളൂ എന്നാണ് ഉടനെ ബോസ് ഇവനോട് പറയുന്നത്. വീണ്ടും എന്താ ബഹളം കേട്ട് ഇവർ നോക്കുന്നുണ്ടേ പ്രൊട്ടസ്റ്റിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എല്ലാവരുടെയും നേർക്ക് പെട്രോൾ ഒഴിക്കുവാണ്. എന്നിട്ട് അയാൾ സ്വന്തം ദേഹത്തേക്കും പെട്രോൾ ഒഴിക്കും. തീ കത്തിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ടെയാണ് അയാളുടെ മോൾ അങ്ങോട്ടേക്ക് കരഞ്ഞുകൊണ്ട് വരുന്നത്. മോള് കരയുന്ന കാണുമ്പോൾ അയാൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. കുട്ടി അങ്ങോട്ട് പോകുന്നത് നിന്ന് തടയുന്നത് സൂക്ചൂളാണ്. ഇവരുടെ കൂട്ടത്തിലുള്ള ഡൂസുക്കിന് എല്ലാ പൂട്ടും പൊളിക്കാനായിട്ട് അറിയാം. അങ്ങനെ അവനെ വിളിച്ചുകൊണ്ട് പോയി ജിൻഹോ ഉള്ള വീടിന്റെ പൂട്ട് പൊളിക്കുവാണ്. എന്നിട്ട് സൂക്ചൂൾ അകത്തേക്ക് ചെല്ലും. അയാളെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ട്. സൂക്ചൂളി എന്നിട്ട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നത് ജിൻഹോയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഈ ഗ്യാങ്സ്റ്റർ പണിയൊക്കെ വേണ്ടാന്ന് വെക്കണമെന്ന് കുറെ കാലം കൊണ്ട് വിചാരിക്കുകയാണ്, എനിക്ക് അതിനൊരു അവസരം കിട്ടിയില്ല, ഇപ്പോഴാണ് ഒരു അവസരം വന്നത്, അതിന് നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ കാലവും ഈ ജോലി തന്നെ ചെയ്യേണ്ടി വരും, അങ്ങനെയാണെങ്കിൽ ഓൾറെഡി എന്റെ ലൈഫ് മെസ്സിയാണ്, ഇനി കൂടുതൽ മെസ്സി ആവത്തേ ഉള്ളൂ, അതിന് എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ സൂക്ചൂൾ പറയും. എൻ്റെ അടുത്ത് ആരും ഇങ്ങനെ സംസാരിച്ചിട്ട് ഞാൻ അവരെ വെറുതെ വിട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സൂക്ചൂളിനെ ഇയാൾ അടിക്കുവാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും. അപ്പൊ പെട്രോൾ ക്യാൻ ഈ അടിക്കിടയ്ക്കല് താഴെ വീണിട്ട് അവിടെ എല്ലാം സ്പ്രെഡ് ആവും. പോലീസുകാരും ഇവരുടെ ഗ്യാങ്ങിലെ ആൾക്കാരും ബോസും എല്ലാം വെളിയിൽ കാത്തു നിൽക്കുകയാണ്. സൂക്ചൂൾ അകത്ത് പോയോ എങ്കിൽ പിന്നെ കുഴപ്പമില്ല എന്നുള്ള രീതിക്കാണ് ബോസ് നിൽക്കുന്നത്. അപ്പൊ ഇവരുടെ ഫ്രണ്ട് ആണെങ്കിലും വന്നിട്ട് ദേഷ്യപ്പെടും, നിങ്ങൾക്ക് യാതൊരു കൺസേണും ഇല്ലല്ലോ അവനെ പറ്റി, അവനകത്ത് പോയിട്ട് അവനെന്തെങ്കിലും പറ്റുവാണെങ്കിൽ നിങ്ങൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് പോലീസുകാരനായ ഫ്രണ്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അവിടെ എല്ലാം പെട്രോൾ ആയി കഴിയുമ്പോഴത്തേക്കും ഇയാൾ ലൈറ്റർ കത്തിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാനിവിടെ കത്തിക്കുമെന്ന് ഇയാൾക്ക് അറിയാമല്ലോ, ഞങ്ങൾ ഇവിടെ ആയാലും പുറത്തായാലും വീടില്ലാത്തവരുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, എനിക്കെല്ലാം ഒരുപോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ലൈറ്റർ ഇയാൾ തറയിലേക്ക് എറിയും. അവിടെ എല്ലാം തീ പടർന്നു പിടിക്കും. പുറത്തുനിന്ന് കാണുമ്പോൾ പോലീസിലുള്ള ഇവന്റെ ഫ്രണ്ട് ആംബുലൻസ് വിളിക്കാനായിട്ട് പറഞ്ഞിട്ട് അകത്തേക്ക് ചെല്ലും. ജിനു ആണെങ്കിൽ സൂക്ചൂളിന്റെ അടുത്ത് രക്ഷപ്പെട്ടോളാനായിട്ട് പറയും. ഇയാൾ എന്താ ഇയാളുടെ മോളെ പറ്റി ഓർക്കാത്തത്, നമുക്ക് രണ്ടുപേർക്കും ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞിട്ട് സൂക്ചൂൾ അയാളെ രക്ഷിച്ചുകൊണ്ടാണ് വെളിയിലേക്ക് വരുന്നത്. അന്നേരം ആണ് ഡിറ്റക്റ്റീവ് ഫ്രണ്ട് അകത്തേക്ക് ചെല്ലുന്നത്. രക്ഷപ്പെടാനുള്ള വഴി കാണിച്ചു കൊടുക്കും ഇവർക്ക്. ഇവർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ മീഡിയന്നെല്ലാം നിറച്ചും ആൾക്കാർ അവിടെ വന്ന് നിൽപ്പുണ്ട്. ഇവരുടെ എല്ലാം ഫോട്ടോസ് ഒക്കെ എടുക്കും. രാവിലെ അപ്പൂപ്പന്റെ ഫോട്ടോയ്ക്ക് ഫ്രണ്ടിൽ നിന്നിട്ട് അച്ഛൻ ഇങ്ങനെ പറയുവാണ്, എന്റെ മോന്റെ ഫോട്ടോ പേപ്പറിൽ വന്നിട്ടുണ്ട്, അവനൊരു ജീവൻ രക്ഷിച്ചതിനാണ് വന്നത്, അല്ലാതെ നമ്മളെ പോലെ ക്യാൻസർ ആയിട്ടല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഇവനിങ്ങനെ വന്ന് നോക്കും എന്താണ് സംഭവം എന്ന്. അപ്പൊ അമ്മ പറയുന്നതന്നെയാണ് അറിയുന്നത് പേപ്പറിൽ ന്യൂസ് ഒക്കെ വന്നെന്ന്.
നിങ്ങളുടെ സംസാരം കേട്ടാൽ തോന്നും നിങ്ങളുടെ അച്ഛൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അച്ഛനെ ദേഷ്യം പിടിപ്പിക്കും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെ അച്ഛനാണെങ്കിൽ ഇവന് വേണ്ടിയിട്ട് ഒരു കഷ്ണം മീറ്റ് മാറ്റി വെച്ച് കൊടുക്കും. പക്ഷെ അവൻ അത് കഴിക്കത്തില്ല. അപ്പൊ അച്ഛന് സങ്കടം വന്നിട്ട് അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ഞാൻ ഇതുവഴി പോയപ്പോ വെറുതെ ഇങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സൂക്ചൂള് ജിൻഹോയെ കാണാനായിട്ട് വരും. അന്നേരമാണ് അയാളുടെ മോൾ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ മോൾ എന്നോട് പറഞ്ഞായിരുന്നു ഇനി ഇയാളെ കാണുമ്പോൾ നന്ദി പറയണം എന്ന്. ഞാൻ പറഞ്ഞതായിട്ട് കൂട്ടിക്കോളാനായിട്ട് പറയും. എന്നിട്ട് ഇവൻ പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഇവനെ വിളിച്ചു നിർത്തിയിട്ട് പറയുന്നത്, ശരിക്കും ഇയാൾക്ക് ഈ ജോലി ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കൽ ഞാൻ ഇങ്ങനെയായിരുന്നു, അതുകൊണ്ടൊരു ഉപദേശം തരാം. എപ്പോഴും സൂക്ഷിക്കണം. ഈ ഒരു ജോലി വേണ്ടാന്ന് വെച്ചിട്ട് പോകുമ്പോൾ കൂട്ടത്തിലുള്ളവർ തന്നെ നമ്മളെ ചതിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കും. സൂക്ചൂളിന് നിങ്ങളുടെ അടുത്തുള്ള ദേഷ്യം അത്ര പെട്ടെന്നൊന്നും പോകത്തില്ലെന്ന് അറിയാലോ എന്ന് അമ്മ അച്ഛനോട് ചോദിക്കും. നിങ്ങൾ അച്ഛനായിട്ടായിരുന്നു അവന്റെ സ്കൂളിൽ ചെന്നിരുന്നെങ്കിലും എല്ലാവരും നിങ്ങളെ ഒരു ഗ്യാങ്സ്റ്റർ ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവനും അങ്ങനെ തന്നെയായിരുന്നു. പിന്നീട് നിങ്ങൾ ജയിലിൽ പോയപ്പോൾ അവനൊട്ടും ഇഷ്ടമില്ല എന്ന് അറിഞ്ഞിട്ടും കിട്ടാനുള്ള പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവനെയാണ് നിങ്ങൾ പറഞ്ഞു വിട്ടത്. സ്വാഭാവികമായും അവന് നിങ്ങളോട് ദേഷ്യം തോന്നും. എന്നിട്ട് ഇപ്പം അവനൊട്ടും ഇഷ്ടമില്ലാത്ത ആ ജോലി തന്നെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതിനൊക്കെ കാരണം നിങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായും അവന് ദേഷ്യം അങ്ങനെയൊന്നും പോകത്തില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ എന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. ഈ വക കാര്യങ്ങളിൽ എപ്പോഴും ടേഹൂണാണ് ഫ്രണ്ടിൽ നിൽക്കാറ്. പക്ഷെ ഇതുപോലെ ലൈഫ് റിസ്ക് ചെയ്ത് അവരൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ സൂക്ചൂളിനെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയർമാൻ ഉൾപ്പെടെ എല്ലാവരും ചേർന്നിട്ടുണ്ട്. അവന് കുറെ പൈസ കൊടുക്കും. അതിനുശേഷം അവന് പ്രത്യേകമായിട്ട് ഒരു ബ്രാൻഡഡ് വാച്ച് ഒക്കെ അയാൾ സമ്മാനമായിട്ട് കൊടുക്കും. കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പം ടേഹൂൺ തിരിച്ചടിക്കാൻ തയ്യാറെടുക്കും. അച്ഛനും ഫ്രണ്ടും കൂടി ഡ്യൂ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് മാനേജറെ കാണാനായിട്ട് പോകും. പലിശ അടയ്ക്കുന്നത് വേണമെങ്കിൽ നീട്ടി വെക്കാം. പക്ഷെ അല്ലാതെ കുറച്ച് എമൗണ്ട് നിങ്ങൾ അടച്ചാലേ പറ്റത്തുള്ളൂ, അത് 1 മാസത്തിനുള്ളിൽ അടയ്ക്കണം എന്ന് പറയും. അത് തന്നെ ഒരു വലിയ എമൗണ്ട് ആണ് പറയുന്നത്. ബോസിനെ മീറ്റ് ചെയ്യും സൂക്ചൂള്. അപ്പൊ അടുത്ത ദിവസം തന്നെ കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്യും. എല്ലാവർക്കും കൊടുക്കാനുള്ള കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കും എന്ന് പറയും. അപ്പം എല്ലാം സെറ്റിൽ ആയി കഴിയുന്നുണ്ടെ ഞാൻ പറഞ്ഞ കൂട്ട് പിന്നീട് ഞാൻ ഈ ജോലി ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് വരത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് സൂക്ചൂൾ അവിടുന്ന് പോകുന്നത്. ടേഹൂൺ ഒരു ബാറിൽ ഇരുന്നിട്ട് ഒരാളുമായിട്ട് സംസാരിക്കുകയാണ്. ഒരു ഗിഫ്റ്റ് ഇയാൾക്ക് ഞാൻ തരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ചാങ്സു ആണ് അതിൽ മെയിൻ ആളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇയാൾക്ക് എന്താണ് ചാങ്സുവിന്റെ അടുത്ത് ഇത്രയും ദേഷ്യം എന്ന് ചോദിക്കും. അയ്യോ എനിക്ക് ദേഷ്യമൊന്നുമില്ല, ഞാൻ ഇതിനു മുമ്പ് ചാങ്സുവിന്റെ കൂടെയാണ് വർക്ക് ചെയ്തിരുന്നതെന്നാണ് ഉടനെ ടേഹൂൺ പറയുന്നത്. അവിടെ കാണാൻ മിയോങ് ഓഡീഷന് വരുന്നത്. അവിടെ ചെന്നിട്ട് മ്യൂസിക് റൂമിന്റെ ഫ്രണ്ടിൽ ചെന്ന് ഇങ്ങനെ അകത്തേക്ക് അവിടെ ഇരിക്കുന്ന ഗിറ്റാറും പിയാനോ ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടേ ടേഹൂൺ മറ്റേ ആളെ വിട്ടിട്ട് ഇങ്ങോട്ട് വരുവാണ്. ഇയാൾക്ക് മ്യൂസിക് ഇഷ്ടമാണോ, എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ അതേന്ന് പറയും. പെർഫോമൻസ് കാണാൻ വന്നതാണെങ്കിൽ അത് താഴെയാണ് ഇവിടെ അല്ല എന്ന് പറഞ്ഞിട്ട് ടേഹൂൺ അവളെ അവിടുന്ന് പറഞ്ഞു വിടും. മിയോങ് താഴെ ചെന്നിട്ട് അവിടെ ഓൾറെഡി ഒരു പെൺകുട്ടി പാടിക്കൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു. അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കി മനസ്സിലാക്കും. ചാങ്സുവിനെ കാണാനായിട്ട് സൂക്ചൂളിന്റെ അച്ഛൻ അവിടേക്ക് വരും. എന്തിനാണ് ചെയർമാനെ കാണുന്നത്, പൈസ കടം വാങ്ങിക്കാനാണോ എന്ന് ഇവൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ അച്ഛൻ വിട്ടു പറയുന്നില്ല. അതിനാണെന്ന് അവന് മനസ്സിലാവും. അച്ഛൻ പൈസ കടം വാങ്ങിച്ചാൽ ഞാൻ അറിയാതിരുന്നാൽ എങ്ങനെ ശരിയാവും, ഞാൻ വേണ്ടേ അത് തിരിച്ചടയ്ക്കാൻ. എത്ര കാലം ഞാൻ ഇവിടെ ജോലി ചെയ്താൽ ആ പൈസ എനിക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമെന്ന് അച്ഛൻ അറിയാവോ? അച്ഛൻ കാരണമാണ് ഇഷ്ടമില്ലാത്ത ഈ ജോലി ഞാൻ ചെയ്യേണ്ടി വന്നതെന്ന് അച്ഛൻ അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ദേഷ്യപ്പെടും. അച്ഛൻ ഓൾറെഡി ചെയർമാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ പുറത്തിറങ്ങി വന്ന് അച്ഛനെയും കൂട്ടി അകത്തേക്ക് പോകും. ഇവൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അച്ഛൻ ജയിലിലായിരിക്കുമ്പോൾ ചാങ്സുവിനെ വിളിച്ചിട്ട് നിന്റെ കമ്പനിയിൽ മോനൊരു ജോലി കൊടുക്കണം, അതാവുമ്പോൾ എന്റെ വീട്ടിലേക്ക് അയക്കുന്ന പൈസയ്ക്ക് പകരമാവുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ചാങ്സ് ഇവനെ ചെന്ന് കണ്ടിട്ട് പൈസ കൊടുത്തിട്ട് അമ്മയുടെ കയ്യിൽ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ കൂട്ടത്തിൽ ചേർക്കുന്നത്. അപ്പൊ അച്ഛൻ കാരണമാണ് അവൻ ഈ ജോലി ചെയ്യേണ്ടി വന്നതെന്നുള്ള ദേഷ്യമാണ് ഇപ്പോഴും സൂക്ചൂളിനുള്ളത്.